നബിദിനാഘോഷം ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള ദിവസമാണ്, ആഘോഷമാണ് എന്ന് തെളിയിക്കാവുന്ന ആയത്തോതാവുന്നതാണ്. അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ നിന്ന്, ഇനി സ്വഹീഹാണെന്നില്ല, വഈഫായ ഹദീസ് നിങ്ങൾ കെട്ടിയുണ്ടാക്കാൻ പാടില്ല, ഏതെങ്കിലും ഗ്രന്ഥത്തിലുള്ള ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കാം. ഇപ്പോ അമീർ വന്നിട്ട് പറയാൻ പാടില്ല എന്നർത്ഥം. അതിനുള്ള ഒരു 10 മിനിറ്റ് സമയം വേണോ? ഇപ്പോ ഇങ്ങോട്ട് പോരി. മുഖാമുഖം ആകുമ്പോ അവിടുന്ന് ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ലേ പറഞ്ഞേ. നിങ്ങൾക്ക് വിഷയം അവതരിപ്പിക്കാൻ എന്ത് വേണം? സമയം വേണം. ഞങ്ങൾ വേദിയിൽ എന്ത് ചെയ്യാം? അവസരം തരണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കെട്ടിയ വേദിയാണ്. അമീറിന് ഇങ്ങോട്ട് വരാം, പൂർണ്ണ സുരക്ഷിതത്തോടുകൂടി ഈ ആയത്തും ഹദീസും ഓതാം. അതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു മോഡറേറ്റർ എന്നുള്ള നിലക്ക്. അമീറിന് വരാം. ഒരു കാര്യം, ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നീ 4 തെളിവുകളുണ്ട്. ഖുർആനും സുന്നത്തും മാത്രമല്ല. ആ 4 തെളിവുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാണ്. വരട്ടെ. അതെ പറഞ്ഞു. നിങ്ങൾ ഖുർആനും സുന്നത്തും സ്വഹീഹായ പിന്നെ ഇജ്മാഅ്, ദഈഫായ ഹദീസും വരെ പറ്റുമെന്ന് പറഞ്ഞു. സംസാരിക്കാൻ തയ്യാറാണ്. അപ്പൊ വരി. ഖിയാസ് പറയുമ്പോ നിങ്ങൾ ഖിയാസാക്കിയാൻ പറ്റില്ല, നിങ്ങളെ വാക്ക് ഖിയാസാക്കാൻ പറ്റില്ല. ഖിയാസ് ആക്കിയ ആളെ പറയണം. നിങ്ങൾ ഖിയാസാക്കിയിട്ട് അതങ്ങനെ ഇങ്ങനെ പറ്റുമോ? ഖിയാസ് സ്ഥിരപ്പെട്ട ഖിയാസ് പറയണം. സഹോദരങ്ങൾ, ഇതൊരു ദീനീ വേദിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരൻ അമീർ ന്യായമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് അനുവദിച്ചു കൊടുത്താൽ നമ്മളിതിൽ ആവേശം ഉണ്ടാകില്ല വേണ്ടത്, കേൾക്കാനും പഠിക്കാനും വേണ്ടിയാണ്. സഹോദരൻ അമീറിന് നമ്മളിതാ അവസരം കൊടുത്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഓതട്ടെ, വ്യക്തമായ ഖിയാസും ഇജ്മാഉം ഉദ്ധരിക്കട്ടെ, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസ് ഉദ്ധരിക്കട്ടെ. 10 മിനിറ്റ് സമയം അമീറിന് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോ 9:01 9:11 വരെ നിങ്ങൾക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ മഹൽ വ്യക്തികളെ, സദസ്സിലുള്ളവരെ, അൽഹംദുലില്ലാഹ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു അവസരം വീണു കിട്ടിയതിൽ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ സൽക്രമമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഈ ഒരു സുന്ദര സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷിക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ടോ ഇല്ലേ എന്നൊരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്ത് യൂനിസിലാണ് ഈ ആയത്തുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ. ഖുൽ, നബിയെ താങ്കൾ പറയുക, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫറഹൂ, അവർ സന്തോഷിക്കട്ടെ. ആ റഹ്മത്തിനെ വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ, അങ്ങേ റഹ്മത്തായിട്ട് മാത്രമാണ് അയച്ചത്. ആ റഹ്മത്തിനെ സന്തോഷിക്കാൻ അല്ലാഹു തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് യൂനിസിൽ വിശദീകരിക്കുന്നു. സൂറത്ത് യൂനിസിലെ 58-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ അംബിയയിലെ മറ്റൊരായത്താണ് ഓതി കേൾപ്പിച്ചത്. 2 ആയത്ത് കൂടി കൂട്ടി വായിച്ചാൽ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം, റഹ്മത്തായിട്ട് മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. ഈ ഒരു വിശദീകരണം നൽകിയതാരെന്നറിയുമോ? സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ വിശദീകരണം നൽകിയിട്ടുള്ളത്.
ഇങ്ങനെ ഈ റഹ്മത്തും വിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലത്ത് പറഞ്ഞ റഹ്മത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന വിശദീകരണം നൽകിയത് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ ഒരു വിശദീകരണം വിശദീകരിച്ചിട്ടുള്ളത് മഹാനായ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അദ്ദുറുൽ മൻസൂറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേ വിശദീകരണം മഹാനായ അബൂ ഹയ്യാനുൽ അൻദുലുസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അത്തഫ്സീറുൽ മുഹീത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ വിശദീകരണം അല്ലാമ ആലൂസി തങ്ങൾ അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിലും ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ തൃപ്തിയാവും ചെയ്യും. പിന്നെ ഇപ്പോൾ വിശദീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്നുള്ളതിന് ആയത്താണ് വിശദീകരിച്ചത്. ഇനിയുള്ളത് ഇത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ടോ ഇല്ലേ എന്നൊരു വിഷയമാണ്. ഈ വിഷയം മഹാനായ ഖസ്തല്ലാനി റഹിമഹുല്ലാ തന്റെ അൽ മവാഹിബുൽ ലദുന്നിയയിൽ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കാം. ലൈലത്തുൽ ഖദറിന് എന്തുകൊണ്ട് പുണ്യമുണ്ട്? ലൈലത്തുൽ ഖദറിന് എന്തുകൊണ്ട് പുണ്യമുണ്ട്? ലൈലത്തുൽ ഖദറിന്റെ പുണ്യം വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഇറക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ ഇറക്കിയത് കൊണ്ടാണ്. ആ ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത്? ആ ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത്? വിശുദ്ധ റസൂലിന്. ആ വിശുദ്ധ റസൂലിന് ഇറങ്ങിയ ദിവസത്തിന് പുണ്യമില്ലേ? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട്. ആ ഖുർആൻ ആർക്കിറങ്ങി? അള്ളാഹുവിന്റെ റസൂലിനിറങ്ങി. ഖിയാസുണ്ട് ഇവിടെ. അള്ളാഹുവിന്റെ റസൂലിനിറങ്ങി. റസൂലിന് ഖുർആൻ ഇറങ്ങിയതിന് പുണ്യമുണ്ട്, ലൈലത്തുൽ ഖദറാണ്. റസൂൽ ഇറങ്ങിയതിന് ഒരു പുണ്യവുമില്ല എന്ന വ്യാഖ്യാനം ഇവിടെ. അള്ളാഹുവിന്റെ വിശുദ്ധ റസൂൽ ഇറങ്ങിയതിന് പുണ്യമില്ലേ? ഖുർആൻ ഇറങ്ങിയതിന് ലൈലത്തുൽ ഖദറിന് പുണ്യമുണ്ട് എങ്കിൽ ആ ഖുർആൻ ആർക്ക് ഖുർആൻ ഇറങ്ങാനുള്ള കാരണമാര്? ഖുർആൻ ഇറങ്ങാനുള്ള കാരണം വിശുദ്ധ റസൂലാണ്. ആ വിശുദ്ധ റസൂൽ ജനിച്ചതിന് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട് എന്ന് മഹാനായ ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. ഇത് ഖിയാസാണ്. ഉദ്ധരിച്ചത് ഖിയാസാണ്. ഇജ്മാ, സുന്നത്ത്, കിതാബ്, ഖിയാസ് എന്നീ 4 തെളിവുകളാണ് നമ്മുടെ പ്രമാണമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഷാഫി മദ്ഹബുകാർ ഇസ്തിസ്ഹാബ് എന്ന മറ്റൊന്നിനെയും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തിയെന്നർത്ഥം. ഇനി വിശദീകരിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയ ദിവസത്തിന് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ടെന്ന് ഈ ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനെ സന്തോഷിക്കണമെന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ആയത്ത് 4 തെളിവുകളാണ് നമ്മൾ ഉദ്ധരിച്ചത്. 4 തെളിവുകളിൽ ഒന്നുകൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അംഗീകരിക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഈ ഖിയാസിനെ ഞങ്ങൾ തള്ളുന്നുണ്ട് എന്നൊരു വിഷയം ഇവിടെ ഉദ്ധരിക്കണം. ഇനി നമ്മൾ വിശദീകരിക്കാനുള്ളത് സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയ ദിവസത്തിൽ അബൂലഹബ് സന്തോഷിച്ചു. അബൂലഹബ് സന്തോഷതുന്തലനായിക്കൊണ്ട് തന്റെ സുഹൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചു. അതിന്റെ പ്രതിഫലമായിട്ട് അബൂലഹബിന് പാനീയം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും പാനീയം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നരകത്തിൽ കടക്കുന്ന അബൂലഹബിന് എന്ന് വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ച അബൂലഹബിന് തിങ്കളാഴ്ച ദിവസത്തിൽ സുഹൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചതിന്റെ ഫലമായിട്ട് വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തിൽ സന്തോഷിക്കുന്ന നമുക്ക് അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലങ്ങൾ എത്രയാണ്? അള്ളാഹു അത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നരകത്തിൽ വെച്ചുകൊണ്ട് തന്നെ അബൂലഹബിന് ലഭിക്കുന്നുണ്ടെന്ന് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. തള്ളാൻ കഴിയില്ല. ഇനി മറ്റൊരു കാര്യം വിശദീകരിക്കാനുള്ളത് പിന്നെ ഇവിടെ ഉദ്ധരിച്ചു, അതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിച്ചതേതാ? ഇമാം ഫാത്തിഹാനി തങ്ങളുടെ വാക്കാണ്. എന്നാൽ അറിയണോ, ഇമാം ഫാത്തിഹാനി തങ്ങളുടെ വാക്കുദ്ധരിച്ചത് അൽ-ഹാദിയിൽ ഫതാവിയിൽ നിന്നാണ്. അൽ-ഹാദിയിൽ ഫതാവിയിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് ഉദ്ധരിക്കുന്നത് എന്തിനറിയുമോ? ഇത് ഉദ്ധരിച്ചത് ഫാത്തിഹാനി ഇമാമിനെ ഗണ്ണിക്കാനാണ്.
ഫാക്കി ഇമാമിനെ ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിച്ച കിതാബ് എടുത്തു കൊണ്ടുവന്നുകൊണ്ട് ഫാക്കിഹാനി ഇമാം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുയൂത്തി ഇമാമിനെ പോലും ഇങ്ങനെ മൗലിദ് വിരോധിയാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഗൗരവതരം എത്രയാണ്. മഹാനായ സുയൂത്തി ഇമാം ഈ വിഷയം ഹുസ്നുൽ മഖ്സദ് ഫീ അമലിൽ മൗലിദ് എന്ന തന്റെ ലേഖനത്തിലൂടെ, തന്റെ റിസാലയിലൂടെ ഈ വിഷയം വളരെ സുവിസ്തരം വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഫാക്കിഹാനി ഇമാമിന്റെ വാക്ക് കിട്ടിയത് സുയൂത്തി ഇമാമിൽ നിന്ന്. സുയൂത്തി ഇമാം പറയുന്നു, ഇവിടെ ഉദ്ധരിച്ച ഓരോ വാക്കും ഫാക്കിഹാനി ഇമാമിനെതിരെ, ഫാക്കിഹാനി ഇമാം ഉദ്ധരിച്ച ഓരോ വാക്കിനും ഞാൻ ഹർഫൻ ബിഹർഫിൻ, ഓരോ വാക്കിനുമായിട്ട് ഞാൻ മറുപടി പറയുമെന്ന് സുയൂത്തി ഇമാം പറയുന്ന സ്ഥലത്ത് നിന്ന് ഇമാം ഫാക്കിഹാനി തങ്ങളുടെ ഉദ്ധരണി എടുത്തുകൊണ്ട് ഫാക്കിഹാനി ഇമാം സുയൂത്തി റഹിമഹുള്ളയെ പോലും മൗലിദ് വിരോധിയാക്കാനുള്ള ശ്രമം വളരെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇമാം ഫാക്കിഹാനി തങ്ങൾക്ക് ഹർഫൻ ബിഹർഫ് മഹാനായ സുയൂത്തി ഇമാം മറുപടി പറയുന്നുമുണ്ട്. മാത്രമല്ല ഈ ഇമാം ഫാക്കിഹാനി തങ്ങൾ മാത്രമാണ് ലോക ചരിത്രത്തിൽ മൗലിദാഘോഷത്തെ നിരാകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഓതിയ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ സമയം അനുവദിച്ചത് കഴിഞ്ഞതുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി ഒരു ദീനീ വേദി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ഇരിക്കണം.